കുളിച്ചിട്ട് അപ്പൊ അതാണ്ട് ഞങ്ങള് ഷോപ്പിങ്ങിന് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, എനിക്ക് കൊണ്ടുപോവാനും. പിന്നെ തീർന്നില്ല ഒന്നും വാങ്ങിച്ച്. എത്ര നാളത്തെ വാങ്ങിപ്പായിരുന്നു. എനിക്ക് കൊണ്ടുപോവാനും പിന്നെ പിന്നെ 4 വർഷം ഞാൻ അവിടെ അല്ലേ. കൊണ്ടുപോവാനും പിന്നെ ഓണത്തിന് ബ്ലൗസ് എടുക്കണം. നമുക്ക് സാരി നമ്മളേലുണ്ട്. ഓണക്കോടി ഇല്ല, നമുക്ക് സാരി ഉണ്ട്. പിന്നെ ബ്ലൗസ് മുറിച്ച് തയ്ക്കാന്ന് വിചാരിച്ച് ബ്ലൗസ് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. എനിക്ക് കൊണ്ടുപോകാൻ ഡ്രസ്സ് എടുത്ത്, അതിന് നമ്മള് റൂമിലൊക്കെ ഇടാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതാണ്ട് നമ്മള് ഡ്രസ്സ് എടുക്കാനും കടയിലും ഒക്കെ പോകുന്നതിന് മുന്നേ വീട്ടില് ഓണമൊക്കെ ആയതുകൊണ്ട് അടിച്ചു വാരലും തൂപ്പും തുടപ്പും ജനലൊക്കെ തൂപ്പും സെറ്റിയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് തൂപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അമ്മ തൂക്കുന്നു, അമ്മു കർട്ടൻ ഇടുന്നു, ഞാൻ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഡൈനിങ് ടേബിൾ പിടിച്ച് മാറ്റലും ഒതുക്കലും പരിപാടിയും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കടയിലോട്ടൊക്കെ പോയത്. ഈ റൂമിലെ കർട്ടനൊക്കെ ഇട്ട് അതുകൊണ്ട് അടുത്ത റോ ഇടുന്നു. ഈ റൂമിലെ ജനലെല്ലാം ഞാൻ തട്ടി തുടച്ച് അമ്മ ഇടുന്ന. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചിട്ട് കടയിലോട്ടൊക്കെ പോവും. അമ്മു ഓണം എക്സൈറ്റഡ് ആണോ? വലിയ സുഖമൊന്നും ഇല്ല. എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. ബ്ലൗസ് തയ്ച്ച് കിട്ടിയില്ല, കാരണം ഞങ്ങള് തയ്യക്കാരൊന്നും ബ്ലൗസ് തയ്ക്കത്തില്ല. എല്ലാം നിറഞ്ഞ് വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ കൺഫ്യൂഷനിൽ ഇരിക്കുക. നടന്നു പോടാ ഇങ്ങോട്ട്. ഞങ്ങളെ വീട്ടിലെ എല്ലാ ഓണത്തിനും ചെയ്യുന്ന പരിപാടിയാ ഇതെല്ലാം മാറ്റല്. ഇതിങ്ങനെ ആയിരുന്നു ആദ്യം ഇരുന്ന. ഓണത്തിന് ഇങ്ങനെ ഇരുന്ന TV സ്റ്റാൻഡ് ഇവിടെ കൊണ്ട് വെച്ചത് അമ്മ. ഈ ഓണത്തിന് അമ്മയുടെ ഐഡിയ, പപ്പ പിടിച്ചോണ്ട് അമ്മയുടെ ഐഡിയ തന്നെ. മേലെ അവിടെ നിന്നോണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞു നമുക്ക് ഇത് എടുത്ത് അവിടെ വെച്ചാലോ. ഒരു ഗുണം ഉണ്ടായിരുന്നു, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് അത് കണ്ടാലും കുഴപ്പമില്ല. സ്ഥലവും ഇല്ല വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. പിള്ളേർക്കൊന്നും ഇപ്പൊ ഈ വീട് ഇഷ്ടമല്ല. അന്നത്തെ സ്റ്റൈല് വീട് ഇഷ്ടമല്ലെന്നല്ല, വീട് നല്ല, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോയി ഇതെല്ലാം സാധനങ്ങളെല്ലാം വെച്ച്. അയ്യേ, എനിക്കൊന്നും വേണ്ട ഡൈനിങ് ടേബിള്. ഇതിങ്ങ് തന്നാ മതി. വേസ്റ്റ് ഒന്നല്ല, ഇതിനകത്തെല്ലാം കൊണ്ട് വെക്കാം. ഇത് അലിമാരിയായിട്ട് ഉപയോഗിക്കാലോ. നിന്റെ അമ്മച്ചി അവിടെ ഇവിടെ ക്ലിപ്പും ബണ്ണും അതും ഇതെല്ലാം നമ്മളെ TV സ്റ്റാൻഡ് മാറ്റി ഡൈനിങ് ടേബിൾ ഇതാ ഇങ്ങനെ ആക്കി. ഇനി ഇതെന്നാ മാറ്റുന്നേ? എന്തോത്തിന്? എല്ലാം ഒരേ സ്റ്റൈലിലല്ലേ മാറ്റിയിടുന്നത്. ഇനി അത് ഇവിടെ പഴയ പോലെ കൊണ്ടുവരണം. പിന്നെ നല്ല സാധനങ്ങളാ ഇവിടെ കിടക്കുന്നതല്ല, ഒരു കുഴപ്പവും ഇല്ല. അത് നീ പൈസ ഉണ്ടാക്കിട്ട് വേടിയിരടെ. നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി കുളിച്ച് റെഡിയായി നമ്മൾ കടയിലോട്ടൊക്കെ പോവാണ്. അപ്പൊ നമുക്ക് കുളിച്ചിട്ട് കാണാം. വെയിലായോണ്ട് ഇതൊക്കെ ഞാൻ താത്തിട്ടേക്കുന്നു. അല്ല, എന്റെ കാലിലൊക്കെ ഓണത്തിരക്കൊക്കെ പോടി എണിച്ച്. ഓണത്തിരക്കായി ഇനി അങ്ങോട്ട് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഞാനിനി 15 ദിവസം ഞങ്ങൾ എന്നെ തുടങ്ങിയൊന്ന് പോയാ മതി. നീയും പോവടി ഉടനെ. അത് കുഴപ്പമില്ല. എടി, ഞാൻ പോകുമ്പോ എന്റെ വില മനസ്സിലാക്കുവടി. നീ പോടി. നീ വീട്ടിലുണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനം വീട്ടുകാർക്ക് ഒരു പ്രയോജനം ഇല്ല. കൊള്ളാമ്മ. നമുക്ക്
നമുക്ക് പോവാം ഗൈസ്. നമ്മൾ മാടനടയിൽ വന്നു. ഇവരെയും കൊണ്ട് വേണം പോവാൻ കടയിലൊക്കെ. എല്ലാ വർഷവും അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയാണ് ഗൈസ്. ഇവരായിട്ടില്ല നമ്മളെപ്പോഴും കടയിൽ പോത്തോളൂ. എനിക്ക് തല ഇറങ്ങുന്നു, ജനിച്ചപ്പോ തൊട്ടേന്ന് തല ഇറങ്ങുന്നു ഗൈസ്. ബാക്ക് ആണോ? ഓഹോ, അന്ന് മുത്ത് പണി തുടങ്ങി. മുത്ത് അമ്മു ഞാൻ എന്താണോടാ ഓമനെ ഓടിയോ? അവള് വരട്ടെ. നമ്മൾ കടയിലോട്ട് പോവാൻ ഇറങ്ങി. എൻ്റെ കൊച്ചിന് പെപ്സി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പെപ്സി ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അല്ല, ഞാൻ വാങ്ങിച്ചു കൊടുത്ത അമ്മയുടെ ബാഗിൽ നിന്ന് പൈസ എടുത്ത്. ഏത് കടയിലോട്ടാ പോന്നേ? അമ്മയുടെ പൈസ എന്റെ പൈസ, എന്റെ പൈസ അമ്മയുടെ പൈസ, അങ്ങനെ. അമ്മ ഏത് കടയിൽ പോവാ? അപ്പം അതാണ്ട് നമ്മൾ MK വന്ന് ആദ്യം ചുരിദാറൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാ ഓണത്തിനും നമ്മളെല്ലാവരും ഒരുമിച്ച് പോയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അത് ഈ വട്ടമെന്നല്ല, എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ച് പോയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ലാസ്റ്റാണ്, കാരണം ഇനി തൊട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലല്ലോ, നമ്മളെല്ലാവരും പലയിടത്തല്ലേ. അപ്പം ഇനി എല്ലാവരും ഒരുമിച്ചുള്ള ഓണം ഇനി കുറേ നാൾ കഴിയും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവർ സെറ്റ് മുണ്ടൊക്കെ നോക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇറങ്ങി ഇങ്ങ് വന്ന് കാറിലിരിക്കാന്ന് പറഞ്ഞു. കാരണം ഓണത്തിരക്കായതുകൊണ്ട് കടയിലൊന്നും ഇരിക്കാൻ സ്ഥലം പോലും ഇല്ല. ഞങ്ങളവിടെ നിന്ന് ലാസ്റ്റ് പറഞ്ഞ് വണ്ടി പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വണ്ടി കയറി. ബ്ലൗസിന് തുണി എടുക്കാൻ ഒത്തിരി ചുരിദാറുകളും ഓണക്കോടിയൊക്കെ നേരത്തെ എടുത്ത് തയ്പ്പിച്ചിട്ടുണ്ട്. തിളക്കം എനിക്ക് ഇഷ്ടം. കൊച്ചുമോക്ക് ഇങ്ങനെ തിളക്കം കളറുള്ളത് തയ്യ കൊച്ചുമോക്ക് എല്ലാവർക്കും സമയമില്ല. ഓണം അവസരമുണ്ട്. വിഷമമൊക്കെ പിന്നില്ലായിരിക്കും, ഭയങ്കര മനോവിഷമമാണ്. മുത്തിനുള്ള എല്ലാം റെഡിയായി, ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ അത് ഞറക്കിട്ടപ്പോൾ എനിക്കൊരു സമ്മാനം കിട്ടി. ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യാൻ ഒരു മോൻ പറഞ്ഞു കേട്ടോ, ഒരു സാരിയുടെ റിവ്യൂ പറയാനാണ്. അങ്ങനെ ആ പരിപാടി ഞാൻ ഏറ്റെടുത്തു. കൊച്ചുമോൾ ഒരുങ്ങി ഇരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് എടുക്കാം. ഒരുങ്ങി ദിവസം. അപ്പോൾ അതാണ്ട് നമ്മൾ തുണിയെല്ലാം മുറിച്ചെടുത്തിട്ട് ബില്ലിങ് സെക്ഷനിൽ നിൽക്കുക. ബില്ലടിക്കാൻ തന്നെ ഒരു പാറ ആൾക്കാരായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തോണ്ട് ഈ മക്കൾ മുകളിൽ കിടന്നുറങ്ങുമായിരുന്നു. താഴെ വന്ന് നോക്കിയപ്പോൾ ഇവർ താഴെയും ഇരുന്നുറങ്ങുന്നു. അപ്പോൾ ബില്ലടിച്ചിട്ട് താഴെ കൊണ്ട് കൊടുത്തിട്ടേ നമുക്ക് സാധനം തരുത്തോളൂ. അപ്പോൾ ഇവർ ഇത്രയും കൂടെ പോയി നിന്ന് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അങ്ങിരുന്നു. ആ പിള്ളേരുടെ സൈഡിൽ ഞാനും കയറി അങ്ങിരുന്നു. ഫുഡ് അല്ല, ഡ്രസ്സൊക്കെ വാങ്ങിച്ചിറങ്ങി നമ്മൾ ഇവിടെ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. റീൽസിലൊക്കെ കണ്ട ഒരു കടയാ. നമ്മൾ ഫുഡ് പിന്നെ കൂടെ കാണീര് കൊല്ലം ലിങ്ക് റോഡിന്റെ അടുത്ത് ഷെഫ് സ്റ്റോറി. ഞാൻ പറഞ്ഞ് കൊല്ലം ലിങ്ക് റോഡ് ഒരു കുഞ്ഞ് എയർപോർട്ട് പോലെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. നമ്മളുടെ ഷെഫ് സ്റ്റോറി സ്ഥലമുണ്ടോ? ഗൈസ് ദാണ്ട നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. കൊച്ചുമോളെ കൊണ്ട് ഇനി ഒരു എടുത്തു പോത്തില്ല. നിങ്ങൾ എന്തോ കണ്ട് വന്നതാ? കണ്ടു വന്നതാ ഫുഡ് കഴിക്കാനായിട്ട്. നമ്മളൊരു റീല് കണ്ടപ്പോഴാ ഫുഡ് കഴിക്കാൻ പോയപ്പോ ആ റീലെടുത്ത് നോക്കി അങ്ങനെ വന്നത്. എവിടെ ഇത്? ഇത് കൊല്ലക്കട റോഡ് KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഷെഫ് സ്റ്റോറി. ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറം KSRTC ബസ് സ്റ്റാൻഡ്.
എന്തോ അമ്മ നല്ല അറ്റ്മോസ്ഫിയറാ ഭക്ഷണം ഇതിനെ ഞാനിപ്പോ കായലി എടുത്തിടും. ബഹളം വെച്ചാ മിണ്ടി പോരുത്. അവരുടെ കായലാണ് ഇത്. കൊല്ലം മൊത്തം അഷ്ടമുടി കായലാണ് എല്ലാവരുടെയും. ആസാമ കരവെന്ന് പറഞ്ഞ സൈഡ് ആ നഗരം ഞാൻ തീയിടും. അത് കൊത്തുപൊറോട്ടല്ലേ ആണെന്ന് തോന്നുന്നു. ബ്രെഡ് ആൻഡ് സ്റ്റ്യൂ. ബ്രെഡ് ആൻഡ് സ്റ്റ്യൂ. നമ്മളുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും ബ്രെഡ് സ്റ്റ്യൂ. ചിക്കൻ പൊറോട്ടയോ? ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. നമ്മളിതെല്ലാം കഴിച്ചിട്ട് വരാം. അപ്പോൾ അതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇലയും പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ട് നമ്മൾ താണ്ട പോകാനായിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. ചെറിയൊരു കടയായിരുന്നെങ്കിലും നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതുവഴി പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കയറി കഴിക്കുക. മാറിയിരിക്കുന്നത് അങ്ങോട്ട് ചെല്ല്. സ്പ്ലിറ്റ് ഇട്. എന്നെ വിളിച്ചോണ്ട് വന്ന് ആഹാരം തന്നു. ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കഴിച്ചു. നമ്മൾ താണ്ട പോവാണ്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്നോ കൊച്ചു? അപ്പോൾ താണ്ട എല്ലാവരും അവരവരെ വീട്ടിലോട്ടൊക്കെ പോവുക. കൊച്ചുമോൾക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ താണ്ട കൊച്ചുമോൾ വാങ്ങിച്ച ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ടിടും. ഇനി അങ്ങോട്ട് ഓണമല്ലേ, അപ്പോൾ ഓണം പ്രമാണിച്ചുള്ള വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ, സീ യു.